2000-ൽ പുറത്തിറങ്ങിയ കാസ്റ്റവേ എന്ന ഹോളിവുഡ് ചിത്രം സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ലോകത്തിലെ എണ്ണം പറഞ്ഞ സിനിമകളിലൊന്നാണ്. ഒരു വിമാന അപകടത്തെ തുടർന്ന് പസഫിക് സമുദ്രത്തിലെ ഒരു ചെറുദ്വീപിൽ പെട്ടുപോകുന്ന നായക കഥാപാത്രം നീണ്ട കാലത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിലെത്തുന്നതാണ് സിനിമയുടെ കഥ. പസഫിക്കിന്റെ വിശാലത എത്രമാത്രമാണെന്ന് ഈ സിനിമ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഏകദേശം 165.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന പസഫിക് ലോകത്തെ ഏറ്റവും വലിയ സമുദ്രമാണ്. ലോക വിസ്തൃതിയുടെ ഏകദേശം 1/3 ഭാഗം ഉൾപ്പെടുന്നതാണ് പസഫിക് സമുദ്രം. വടക്ക് ആർട്ടിക് സമുദ്രവും തെക്ക് അന്റാർട്ടിക്കൻ അഥവാ ദക്ഷിണ സമുദ്രവും പടിഞ്ഞാറ് ഏഷ്യൻ വൻകരയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഓഷ്യാനി എന്ന പ്രദേശവും കിഴക്ക് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക എന്നീ വൻകരകളും പസഫിക്കിന്റെ അതിരുകളായി വരുന്നു. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം, ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന സമുദ്രം, ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഭാഗമായ ചലഞ്ചർ ഗർത്തം കാണപ്പെടുന്ന സമുദ്രം, ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത നിരയായ റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്ന സമുദ്രം, ഹവായി, ഗാലപ്പാഗോസ്, ഈസ്റ്റർ തുടങ്ങി ലോകത്തിലെ ഏറ്റവും അധികം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം, കിഴക്കൻ ചൈനാക്കടൽ, തെക്കൻ ചൈനാക്കടൽ, ഫിലിപ്പൈൻ കടൽ, ജപ്പാൻ കടൽ, കോറൽ കടൽ തുടങ്ങി നിരവധി കടലുകൾ ഉൾപ്പെടുന്ന സമുദ്രം, എൽ നിനോ, ലാനിന തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന സമുദ്രം, അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് പസഫിക്കിന്. കാസ്റ്റവേ എന്ന സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ പസഫിക്കിൽ നിന്നുള്ള സർവൈവൽ അത്ര എളുപ്പമാണോ? നിരവധി ആളുകളാണ് പസഫിക്കിൽ അകപ്പെട്ടു പോയി രക്ഷപ്പെടാൻ കഴിയാതെ മരണപ്പെട്ടത്. എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ സർവൈവൽ നടന്നിട്ടുള്ളതും പസഫിക്കിൽ തന്നെയാണ്. ഏറ്റവും ദൈർഘ്യമേറിയ സർവൈവലും. വർഷം 2012 നവംബർ മാസം 17-ാം തീയതി ജോസ് സാൽവഡോർ അൽവരംഗ എന്ന 36 വയസ്സുള്ള മത്സ്യത്തൊഴിലാളി മെക്സിക്കൻ തീരത്ത് നിന്നും പസഫിക്കിലേക്ക് തൻ്റെ ചെറിയ ഫൈബർ ബോട്ടിൽ മത്സ്യബന്ധനത്തിനായി പോകുന്നു. കൂടെ 23 വയസ്സുള്ള തീരെ പരിചയസമ്പന്നനല്ലാത്ത ഒരു സഹപ്രവർത്തകനും. കഷ്ടിച്ച് 2 ദിവസം അല്ലെങ്കിൽ 48 മണിക്കൂർ നീളുന്ന മത്സ്യബന്ധനമായിരുന്നു ലക്ഷ്യം. അതിനാൽ തന്നെ ഒരാഴ്ചയിൽ കൂടുതൽ കഴിക്കാനുള്ള ഭക്ഷണമോ വെള്ളമോ അവർക്ക് കരുതിയിരുന്നില്ല. മെക്സിക്കൻ തീരത്ത് നിന്ന് പുറപ്പെട്ട് ആഴക്കടലിലെത്തിയ ഇരുവർ സംഘം മത്സ്യബന്ധനം ആരംഭിക്കുന്നു. ഏകദേശം 500 കിലോയ്ക്കടുത്ത് മത്സ്യം പിടിക്കുന്നു. എന്നാൽ പൊടുന്നനെ ഉണ്ടായ ഒരു കൊടുങ്കാറ്റും പേമാരിയും ഇവരുടെ ഫൈബർ ബോട്ടിനെ തകിടമറിക്കുകയും ബോട്ടിൻ്റെ എഞ്ചിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യുന്നു. തൻ്റെ ബോട്ട് തകർന്നു പോയെന്നും തങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷിക്കണമെന്നും അദ്ദേഹം തീരത്തേക്ക് റേഡിയോ ബീക്കണിലൂടെ അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എഞ്ചിൻ്റെ പ്രവർത്തനവും ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളും എല്ലാം നശിപ്പിക്കപ്പെട്ടതോടെ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തെ അവർ കടലിലേക്ക് തള്ളുകയും ബോട്ട് തുഴയാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, മെക്സിക്കോ തീരത്തിന് നേരെ എതിർവശത്ത് പസഫിക്കിന്റെ ആഴങ്ങളിലേക്കാണ് ഇവരുടെ ബോട്ട് നീങ്ങിയത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 2 ദിവസത്തിന് ശേഷം ഇവരെ കണ്ടെത്താനുള്ള എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻസും അവസാനിക്കുകയും ചെയ്യുന്നു. ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ മാസങ്ങൾ ഇവർ പസഫിക്കിൽ തള്ളി നീക്കി. 4 മാസങ്ങൾക്ക് ശേഷം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് രോഗം മൂർച്ഛിച്ച് തൻ്റെ സഹപ്രവർത്തകൻ ബോട്ടിൽ വെച്ച് തന്നെ മരിക്കുന്നു. കുറച്ചു ദിവസം സഹപ്രവർത്തകന്റെ മൃതശരീരം ബോട്ടിൽ സൂക്ഷിച്ചതിന് ശേഷം ജോസ് സാൽവഡോർ ഈ മൃതദേഹം കടലിൽ ഉപേക്ഷിക്കുന്നു. പിന്നീട് മാസങ്ങൾ നീളുന്ന അലഞ്ഞുതിരിയൽ, അതും വിശാലമായ പസഫിക്കിലൂടെ. മഴ പെയ്യുമ്പോൾ ശേഖരിക്കുന്ന വെള്ളവും പച്ച മത്സ്യവും മത്സ്യങ്ങൾക്കുള്ളിലെ ദ്രാവകവും ഒക്കെ ഭക്ഷിച്ച് അദ്ദേഹം തൻ്റെ ജീവൻ നിലനിർത്തി. അങ്ങനെ നീണ്ട 438 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഏകദേശം 1 വർഷവും 2.5 മാസത്തിന് ശേഷവും പസഫിക്കിന്റെ മധ്യത്തിലുള്ള മാർഷൽ ദ്വീപിന്റെ ഒരു ചെറിയ കോർണർ അദ്ദേഹത്തിന്റെ കണ്ണിൽ പിടിക്കുകയുണ്ടായി. കര കണ്ട മാത്രയിൽ തൻ്റെ ബോട്ട് ഉപേക്ഷിച്ച് അദ്ദേഹം ആ ദ്വീപിലേക്ക് നീന്തി. നഗ്നനായി ദ്വീപിൽ വന്നടിഞ്ഞ ഈ മനുഷ്യനെ 2 ദ്വീപനിവാസികൾ കാണുകയും രക്ഷപ്പെടുത്തി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു. ഏകദേശം 10,000 കിലോമീറ്ററാണ് അദ്ദേഹം പസഫിക്കിൽ അലഞ്ഞു തിരിഞ്ഞത്. ഏതൊരു പ്രതിസന്ധിയിലും വിപരീത ഘട്ടത്തിലും ജയിക്കാനുള്ള, രക്ഷപ്പെടാനുള്ള, ജീവിക്കാനുള്ള മനുഷ്യ മനസ്സിൻ്റെ ആർജവത്തെ ഈ സംഭവ കഥ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. കടലിൽ അലഞ്ഞു തിരിഞ്ഞ് പ്രതീക്ഷ നഷ്ടപ്പെട്ട് പലവട്ടം ആത്മഹത്യ ചെയ്യാൻ പ്രേരണ ഉണ്ടായിട്ടും തൻ്റെ കുടുംബാംഗങ്ങളെ എന്നെങ്കിലും കാണണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹം തൻ്റെ രക്ഷപ്പെടലിലേക്കാണ് അദ്ദേഹത്തെ നയിച്ചത്. ലോകത്തുള്ള ഏതൊരു മനുഷ്യനും പ്രചോദനമാണ് ഈ വ്യക്തി. ഇത്തരത്തിലുള്ള മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.